10-ാം സ്ഥലം ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. കുരിശിൻ്റെ ചൂട്ടിലെ കച്ചവടമാണ് കാണുന്നത്. കച്ചവടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഒരുവൻ്റെ മരണനേരത്തും അവൻ്റെ വസ്ത്രത്തിന് വേണ്ടി വില പേശുന്ന പട്ടാൾക്കാർ. കച്ചവടം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 4-5 വർഷം മുമ്പാണ് ഒരു സോളോ ട്രിപ്പ് നടത്തി രാമേശ്വരത്തേക്ക് ബുള്ളറ്റിൽ. രാമേശ്വരത്ത് പോകാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന്, അബ്ദുൽ കലാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണണം. 2, അവിടുത്തെ ഭൂപ്രകൃതി ഒരു പ്രത്യേകതയുണ്ട്, അപ്പോൾ അത് കാണണം. അങ്ങനെ ആ 2 ആഗ്രഹത്തോടു കൂടിയാണ് രാമേശ്വരത്ത് പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നത് ഏറ്റവും ആദ്യം ആ അറ്റത്ത് ആ പോയിൻ്റ് ശ്രീലങ്ക കാണുന്നൊരു പോയിൻ്റ് ഉണ്ട്, കാണാൻ പറ്റുന്ന. അങ്ങോട്ട് പോകുന്നതിന് പകരം ഞാൻ ഹൗസ് ഓഫ് കലാം എന്നറിയപ്പെടുന്ന കലാമിൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്. അപ്പോൾ ചെറിയ വഴികളാണ്, ചെറിയ വഴികളിലൂടെ പോയിട്ട് ഒരു 3 നില വീടാണ്. ചെറിയ വീടാണ്, അധികം സ്ഥലമൊന്നുമില്ല, ഇങ്ങനെ വീടുകളിങ്ങനെ തിങ്ങിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് അബ്ദുൽ കലാം ജനിച്ച് വളർന്ന വീട് എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ് കയറുന്നത്. കയറി ഇറങ്ങി വരുമ്പോൾ നിരാശയായിരുന്നു. വേറൊന്നുമല്ല, 2-ാം നിലയിലും 3-ാം നിലയിലും കച്ചവടക്കാരാണ്, സൊവിനിയർ ഷോപ്പുകളാണ്, വിലപേശലാണ്. അങ്ങനെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കച്ചവടം, നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ കാണുന്ന പോലത്തെ കച്ചവടമാണ് ഈ വീടിൻ്റെ അകത്ത് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അദ്ദേഹത്തിൻ്റെ വെച്ചിട്ടുണ്ട്. പക്ഷെ മൊത്തം വൈവങ്ങോട് പോയി. ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെന്താണ്, ദൈവമേ, ദേവാലയം പോലെ കാണേണ്ട ഒരു സ്ഥലം ഇവർ മാർക്കറ്റാക്കിയില്ലേ? ദേവാലയം പോലെ കാണേണ്ട ഒരു സ്ഥലം മാർക്കറ്റാക്കിയില്ലേ? ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കേ. ദേവാലയം പോലെ കാണേണ്ടതല്ല, ദേവാലയങ്ങൾ നമ്മൾ കച്ചവട സ്ഥലമാക്കിയിട്ടില്ലേ? ഇറ്റ് ഹസ് ബിക്കം എ മാർക്കറ്റ് പ്ലേസ് സംടൈംസ്. ചിലയിടങ്ങളിലൊക്കെ അത് വില പേശുന്ന, പൈസ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ആർ സ്ട്രിപ്പിംഗ് ജീസസ്. നമ്മൾ ജീസസിൻ്റെ തുണി ഉരിയാണ്. നോർത്ത് ഇന്ത്യയിലൊരു അച്ഛൻ ഒരു ഇടവയിലേക്ക് പുതിയതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരാണ്. ആൾക്കാരൊന്നും പരിചയപ്പെട്ടു തുടങ്ങിയിട്ടില്ല, 1 മാസം കൂടി ആയിട്ടില്ല. അച്ഛൻ ഒരു ദിവസം വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് മഫ്റ്റിയിൽ ബസ്സിൽ വരാണ്. ടിക്കറ്റ് എടുത്ത് ടിക്കറ്റും ബാക്കി പൈസയും കൊടുത്തിട്ട് കണ്ടക്ടർ മുന്നോട്ട് പോയപ്പോഴാണ് അച്ഛൻ നോക്കിയത്, 1 രൂപ കൂടുതലുണ്ട്. അയാൾ തന്നതിൽ തെറ്റിപ്പോയി, 1 രൂപ കൂടുതലുണ്ട്. അപ്പോൾ അച്ഛൻ ഉടനെ തന്നെ അയാൾ വിളിക്കാമെന്ന് കരുതി തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ അയാൾ മുന്നോട്ട് പോയതുകൊണ്ട് 1 രൂപയല്ലേ, കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അച്ഛനത് കൊടുത്തില്ല. അച്ഛൻ ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോഴേക്കും അച്ഛന് പെട്ടെന്നൊരു ഉൾവിളി പോലെ അച്ഛൻ കണ്ടക്ടറോട് പറഞ്ഞു, 1 രൂപ കൂടുതലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ 1 രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ കണ്ടക്ടർ ചിരിച്ചിട്ടാണ് അത് വാങ്ങിയത്. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളിയിൽ വന്ന പുതിയ അച്ഛനല്ലേ, അടുത്ത ഞായറാഴ്ച പള്ളിയിൽ കാണട്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മനഃപൂർവ്വം 1 രൂപ കൂടുതൽ കൊടുത്താണ്. അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ബസ് വിട്ടുപോയി. അപ്പോൾ അവിടെ ഉള്ള ലാമ്പ് പോസ്റ്റിൽ അച്ഛൻ ഇങ്ങനെ തലയിടിച്ചിട്ട് പറയാണ്, ദൈവമേ, 1 രൂപക്ക് ഞാനിപ്പോൾ നിന്നെ വിറ്റാനെ, 1 രൂപക്ക് ഞാനിപ്പോൾ നിന്നെ വിറ്റാനെ. നമ്മൾ ക്രിസ്ത്യാനിയുടെ പേരും കൊണ്ട് ജീവിച്ചിട്ട് ക്രിസ്തുവിനടുത്ത അല്ലെങ്കിൽ ക്രിസ്തുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈശോനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വി ആർ സെല്ലിങ് ജീസസ്, വി ആർ സ്ട്രിപ്പിംഗ് ജീസസ്. കച്ചവടം നിർത്താം. ഗുഡ് ഡേ.